അമേരിക്കയ്ക്ക് മുന്നറിയിപ്പുമായി ഇറാൻ. ഹോർമുസ് കടലിടുക്ക് പൂർണ്ണമായും ഇറാൻ സായുധ സേനയുടെ നിയന്ത്രണത്തിലാണെന്നും അതുവഴി ആയുധങ്ങൾ മേഖലയിലെ US സൈനിക താവളങ്ങളിലേക്ക് കൊണ്ടുപോകാൻ അമേരിക്കയെ അനുവദിക്കില്ലെന്നുമാണ് ഇറാന്റെ മുന്നറിയിപ്പ്. ഇറാന്റെ സൈനിക വക്താവ് കൂടിയായ ബ്രിഗേഡിയർ ജനറൽ മുഹമ്മദ് അക്രാമിനിയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. നേരത്തെ അമേരിക്കയുടെ സൈനിക താവളങ്ങൾ നിരവധി സ്ഥലങ്ങളിലുണ്ട്. ഈ സൈനിക താവളങ്ങളിലേക്ക് ഹോർമുസ് വഴി അമേരിക്ക ആയുധങ്ങൾ കൊണ്ടുപോകുന്നു എന്നുള്ള വിവരങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇത്തരമൊരു മുന്നറിയിപ്പ് ഇറാന്റെ IRGCയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ട്രംപിനെതിരെ രംഗത്ത് വരികയാണ്. ഞങ്ങളിപ്പോഴും സായുധമായി ഞങ്ങൾ യുദ്ധത്തിന് തയ്യാറാണ്. ഒപ്പം മറ്റൊരു കടുപ്പിച്ച് പറയുന്നത് ഇത്തരം മണ്ടത്തരങ്ങൾ, ഈ ആയുധങ്ങൾ കൊണ്ടുപോകുക അടക്കമുള്ള മണ്ടത്തരങ്ങൾ ചെയ്യാൻ ട്രംപ് അടക്കമുള്ള നേതാക്കൾ ആഗ്രഹിച്ചാൽ പേർഷ്യൻ ഉൾക്കടൽ ഞങ്ങൾ അമേരിക്കൻ മറൈനുകളുടെ ശ്മശാനമാക്കി മാറ്റും എന്നും മറ്റുമാണ്. VR കാർത്തിക് ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കുന്നു. കാർത്തിക്, സ്ഥിതിഗതികളൊട്ടും ശാന്തമല്ല. നിരവധി വെല്ലുവിളികളും പരസ്പരം ആക്രമണത്തിനുള്ള മുന്നറിയിപ്പുകളും ഒക്കെ നൽകുന്നുണ്ട്. ഇപ്പോൾ ഏറ്റവും പുതിയ വെല്ലുവിളി ഇറാന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ഇതിനോട് അമേരിക്കയുടെ പ്രതികരണം വന്നിട്ടുണ്ടോ? നിലവിൽ ഒരു സമവായ സാധ്യത വിദൂരമാണ്. ഇറാൻ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ അമേരിക്ക തള്ളിയിരുന്നു. അതിനുശേഷം യുദ്ധമുഖത്ത് പോർമുഖം കടുക്കും എന്ന ആശങ്കകളാണ് പുറത്തു വരുന്നത്. ആ പശ്ചാത്തലത്തിൽ കൂടി വേണം ഇറാന്റെ ഈ മുന്നറിയിപ്പിനെ കാണാൻ. അതായത് ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള നീക്കങ്ങൾ, അത് കൂടുതൽ ഇടപെടൽ ഇറാൻ നടത്തുന്നു എന്നതിൻ്റെ വ്യക്തമായ തെളിവാണ് ഈ പ്രതികരണം. കൂടുതൽ ആക്രമണങ്ങൾ ഉണ്ടാകും എന്ന് ഇപ്പോഴത്തെ സമവായ ശ്രമങ്ങൾ പരാജയപ്പെട്ട പശ്ചാത്തലത്തിൽ ഇറാൻ കണക്കുകൂട്ടുകയും ചെയ്യുന്നു. അതൊരു പക്ഷേ ചില രാജ്യങ്ങൾ, അതായത് ചില പശ്ചിമേഷ്യൻ രാജ്യങ്ങൾ കൂടി അമേരിക്കയെ ഇതിൽ സഹായിക്കും എന്നുകൂടി ഇറാൻ കണക്ക് കൂട്ടുന്നുമുണ്ട്. അങ്ങനെയാണ് ഈ പ്രതികരണത്തെ നമ്മൾ വായിച്ചെടുക്കാൻ. ഹോർമുസ് കടലിടുക്കിലൂടെ അമേരിക്കൻ ആയുധങ്ങൾ പ്രാദേശിക സൈനിക താവളങ്ങളിലേക്ക് കടത്തിവിടാൻ ഇനി അനുവദിക്കില്ല എന്ന ശക്തമായ മുന്നറിയിപ്പാണ് ഇറാൻ നൽകുന്നത്. ഇറാൻ സൈനിക വക്താവ് തന്നെയാണ് ഇക്കാര്യം പറഞ്ഞത്. ഒരു ചടങ്ങിലാണ് ഇക്കാര്യം പറഞ്ഞത് എങ്കിൽ കൂടിയും അത് അമേരിക്കയ്ക്ക് ഈ ഘട്ടത്തിൽ കൃത്യമായി നൽകുന്ന ഒരു സന്ദേശമാണ്. കാരണം ഹോർമുസ് കടലിടുക്കിൽ ഇറാൻ അവരുടെ നിയന്ത്രണങ്ങൾ അത് കടുപ്പിക്കുന്നു. അത് പുതിയ പശ്ചാത്തലത്തിൽ കൂടിയാണ്. ഇറാൻ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങളിൽ ഏറ്റവും പ്രധാനം ഹോർമുസിൻ്റെ പരമാധികാരം ഇറാനിൽ നിലനിർത്തണം. അതോടൊപ്പം തന്നെ വിദേശ രാജ്യങ്ങളിൽ അടക്കമുള്ള ഇറാൻ്റെ സാമ്പത്തിക അസറ്റുകൾ അതിന്മേലുള്ള ഫ്രീസിംഗ് മാറ്റണം. ഇതടക്കമുള്ള കാര്യങ്ങളാണ് ആവശ്യപ്പെട്ടത്. എന്നാൽ ഈ നിർദ്ദേശങ്ങളൊന്നും ചർച്ച ചെയ്യാതെ തന്നെ അമേരിക്ക തള്ളുകയായിരുന്നു. അതോടുകൂടി അത് ഇറാനെ കൂടുതൽ പ്രകോപിപ്പിച്ചു. അതിനുശേഷമാണ് അമേരിക്ക വലിയൊരു ആക്രമണം ഒരുപക്ഷെ നടത്തും എന്ന് ഇറാൻ ഈ ഘട്ടത്തിൽ ഭയപ്പെടുന്നു. അങ്ങനെ വായിച്ചെടുക്കുമ്പോൾ ഇറാൻ സൈനിക മേധാവിയുടെ ഈ നിലപാട് ഹോർമുസിൽ ഇറാൻ നിലപാട് കടുപ്പിക്കുന്നു എന്നതിൻ്റെ കൃത്യമായ സൂചനയാണ്. എന്തായാലും അമേരിക്കയുടെ ആയുധങ്ങൾ ഹോർമുസ് കടലിടുക്ക് വഴി പ്രാദേശിക സൈനിക താവളങ്ങളിലേക്ക് എത്തിക്കാൻ ഇനി അനുവദിക്കില്ല എന്ന് ഇറാൻ വ്യക്തമാക്കിയിരിക്കുകയാണ്. 2 ദിവസം മുൻപ് തന്നെ നിയന്ത്രണങ്ങൾ കടുപ്പിച്ചിരുന്നു. ഒരു വെസൽ ഇൻഫർമേഷൻ ഡിക്ലറേഷനൊക്കെ നൽകിയിട്ട് വേണം അതുവഴി കടന്നു പോകാൻ. അതായത് ഏത് രാജ്യത്തിൻ്റെ അധീനതയിലുള്ള കപ്പലാണ്, ഇൻഷുറൻസ്, ക്രൂ ഡീറ്റെയിൽസ്, അതോടൊപ്പം തന്നെ ട്രാൻസിറ്റ് റൂട്ട്, ഇതടക്കമുള്ള കാര്യങ്ങൾ വിശദമാക്കിയ ശേഷം ഇറാൻ കടുത്ത നിയന്ത്രണങ്ങളോടെയാണ് ഇവ കടത്തിവിടുന്നത്. അതും ചില പ്രത്യേക പാസേജുകളിൽ കൂടെ കടത്തിവിടുന്നു. എന്തായാലും നിലപാട് ഇറാൻ കടുപ്പിക്കുകയാണ് ഹോർമുസിൽ. അമേരിക്കയുടെ സൈനിക താവളങ്ങളിലേക്ക് ആയുധങ്ങൾ ഹോർമുസ് വഴി കടത്തിവിടില്ല എന്ന് ശക്തമായ മുന്നറിയിപ്പാണ്. ശരി, അതാണ് മറ്റൊരു പ്രധാനപ്പെട്ട വിവരമുള്ളത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.